അടുത്ത അറ്റൻഡിറ്ററി മീറ്റിംഗ് ആണ് നമ്മുടെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന് ലിറ്റററി മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു സാധാരണ മീറ്റിംഗ് തുടങ്ങുന്നവരുള്ള പ്രാർത്ഥനകളോ അങ്ങനെയൊന്നുമില്ല. നേരെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയമോ മതമോ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷേ അതിൻ്റെ ഫിലോസഫി നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മുടെ പ്രസിഡന്റ് ചെറിയാൻ മഠത്തിലേക്ക്, പിന്നെ സെക്രട്ടറി ഉണ്ട്, ഇതുവരെ ഇപ്പം വരും. അത് കഴിഞ്ഞ് ട്രഷററുണ്ട്, അദ്ദേഹം നാട്ടിലാണ്. പബ്ലിഷിംഗ് കോർഡിനേറ്ററുണ്ട്, ഞാൻ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. പിന്നെ ആരെങ്കിലും ഒരാൾക്ക് പ്രബന്ധം വായിക്കും. പിന്നെ കവിത പാരായണമുണ്ട്. പിന്നെ ഇതിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ സുരേന്ദ്രൻ നായർ നല്ലൊരു നിരൂപകനാണ്. ജോസഫ് തച്ചാറ കവിയാണ്, കഥാകൃത്താണ്. റോയ് തോമസ് കവിയാണ്. എസ് സി ജോർജ് എല്ലാവർക്കും അറിയുന്ന വ്യക്തിത്വമാണ്, ധാരാളം പ്രോഗ്രാം നടത്തുന്നുണ്ട്. പിന്നെ മാത്യു നെല്ലിക്കുന്ന് നോവലിസ്റ്റാണ്. ഡോളി അദ്ദേഹം ധാരാളം ലേഖനങ്ങൾ എഴുതുന്നയാളാണ്. പിന്നെ മറ്റുള്ളവരൊക്കെ അറിയുമല്ലോ. ഇന്ന് സാധാരണ ഞാൻ ഈ പ്രബന്ധമൊന്നും ഇവിടെ അവതരിപ്പിക്കാറില്ല, കാരണം മറ്റുള്ളവർക്കാണ് ചാൻസ് കൊടുക്കുന്നത്. ഇന്ന് മറ്റൊന്നും സ്കെഡ്യൂൾ ചെയ്യാതിരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു ചെറിയ പ്രബന്ധം. ഇതൊരു 25 വർഷം മുമ്പ് ഇതേ വിഷയം തന്നെ എഴുതിയിട്ടുണ്ട്. അതിലൊന്നും ഒരു മാറ്റമില്ല. പിന്നെ പ്രത്യേകിച്ചും ഇതിൽ ഈ കൊട്ടേഷൻസ് ഒന്നും മറ്റുള്ളവരുടെ കൊട്ടേഷൻസ് ഒന്നുമില്ല. എൻ്റെ നിരീക്ഷണം മാത്രമാണ്. ഇതിൽ ഉള്ള ഓരോ വാക്കുകൾക്കും ഞാൻ പേഴ്സണലി എൻ്റെ ഉത്തരവാദിത്തമാണ്. സാഹിത്യം പ്രസ്ഥാനങ്ങൾ കൂടി എന്നാണ് ഇതിൻ്റെ ഹെഡിങ്. കുറച്ച് ടെക്നിക്കലാണ്. ഞാനൊന്ന് വായിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം പിന്നീട്. കലാ സാഹിത്യ രംഗങ്ങളെ സ്വാധീനിച്ച പ്രസ്ഥാനങ്ങളുണ്ട്. സാധാരണ വായനക്കാർ ഇത് അവഗണിക്കാറാണ് പതിവ്. മലയാളത്തിലാണെങ്കിൽ നമുക്ക് തനത് ധാരണകളും ഉണ്ടായിരുന്നു. ശാസ്ത്രത്തിനും തത്വശാസ്ത്രത്തിനും എല്ലാം യൂറോപ്പായിരുന്നല്ലോ നമുക്ക് മാതൃക. കൊളോണിയലിസം സമ്മാനിച്ച മാനസികാവസ്ഥ ചില്ലറയൊന്നുമല്ല നമ്മളെ സ്വാധീനിച്ചത്. മതമേധാവിത്വത്തെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്ത കാലഘട്ടമായിരുന്നു യൂറോപ്പിൽ 15 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ടുകൾ. എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ സാമ്പത്തിക വെല്ലുവിളികൾ മുൻ ധാരണകളെ ഇളക്കിമറിച്ചു. പരിണാമവാദവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ചില ഉദാഹരണങ്ങൾ മാത്രം. അതോടൊപ്പം സംഭവിച്ച വ്യവസായ വിപ്ലവവും. ഈ അവസരത്തിലാണ് കലാ സാഹിത്യ രംഗങ്ങളിലെ മാറ്റങ്ങളും സംഭവിച്ചത്. ഇതൊന്നും പൊതുവെ ഉണ്ടായതല്ല. സമൂഹത്തിലുണ്ടായ വിവിധ മാറ്റങ്ങളുടെ പ്രതിഫലനം. അതിലൊന്നാണ് ഇംപ്രഷനിസം. ഫോട്ടോഗ്രാഫിക് ജാഗ്രതയോടെ നിറങ്ങളും ബ്രഷും ഉപയോഗിച്ച് വെളിച്ചവും നിമിഷക്കാഴ്ചകളും സൃഷ്ടിക്കുന്ന മായാജാലം. ഇപ്പം ഇംപ്രഷനിസത്തെ പറ്റി പറയുമ്പോൾ പെയിൻറ്റിങ്ങിലെ ചിത്രകലയിലുണ്ടായ മറ്റ് ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്. എക്സ്പ്രഷനിസം ഉണ്ട്, സർറിയലിസം ഉണ്ട്, പിന്നെ ക്യൂബിസം ഉണ്ട്. അങ്ങനെ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം കെട്ടുപണിഞ്ഞ് കിടക്കുന്നു. ഈവൻ നമ്മുടെ രവിവർമ്മ ചിത്രങ്ങൾ പോലും കണ്ടാൽ ക്ലാസിക് എന്ന് തോന്നുമെങ്കിലും അതിലൊരു മോഡേൺ ടെക്നിക്ക് അന്നത്തെ രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. വെളിച്ചം കൊണ്ട് ദൈവം നിറങ്ങളുണ്ടാക്കുമ്പോൾ ചിത്രകാരൻ നിറങ്ങൾ കൊണ്ട് വെളിച്ചം കടഞ്ഞെടുക്കുന്നു. പടർന്നു കിടക്കുന്ന യഥാർത്ഥ്യത്തിന് പകരം നിമിഷങ്ങളുടെ തന്മയത്വവും ഉണർവും
സൃഷ്ടിക്കുന്നതാണ് ഇംപ്രഷനിസം. 20-ാം നൂറ്റാണ്ട് പിറക്കുമ്പോഴേക്കും ക്രൈസ്തവ സഭയും ശാസ്ത്രവും സ്ഥിതിസമത്വവാദവും നേർക്കുനേർ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ. സാഹിത്യത്തിൽ പരമ്പരാഗത വിശ്വാസങ്ങളെയും ശൈലിയെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആധുനികത ഉദിച്ചു കഴിഞ്ഞു. ജെയിംസ് ജോയ്സിൻ്റെ യുളീസസ് എന്ന നോവൽ ഇക്കാലഘട്ടത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ജെയിംസ് ജോയ്സ് ഒരു എന്താ പറയുക, ഒരു ഐറിഷ് സാഹിത്യകാരനായിരുന്നു. 20-ാം നൂറ്റാണ്ടിലെ ഗ്രേറ്റസ്റ്റ് നോവൽ എന്ന ടൈം മാഗസിനെ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് യുളീസസ് എന്ന നോവല്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായിച്ചാൽ മുമ്പോട്ട് പോവുകയല്ല എന്നൊരു പ്രകൃതിപ്പെട്ട നോവലാണ്. പക്ഷേ അത് 20-ാം നൂറ്റാണ്ടിലെ ഗ്രേറ്റസ്റ്റ് നോവൽ എന്നുള്ള രീതിയിൽ അതിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. തുടർന്ന് ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തിനിടയിൽ 2 ലോകമഹായുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ആധുനികതയുടെ തത്വശാസ്ത്രവും സൗന്ദര്യസങ്കല്പവും നിർവചിച്ചുകൊണ്ട് ധാരാളം കൃതികളുണ്ടായി. വേസ്റ്റ് ലാൻഡ്, പ്ലേഗ്, അപരിചിതൻ തുടങ്ങിയവ അതിൽ ചിലത് മാത്രം. യുദ്ധത്തിൻ്റെ അവസാനം ഒരു വഴിത്തിരിവായിരുന്നു. അസംബന്ധ നാടകവേദിയുടെ വക്താക്കൾ, ആധുനികതയുടെ സൗന്ദര്യശാസ്ത്രകാരന്മാർ ഇവരെല്ലാം തങ്ങൾ നേരിട്ട് അനുഭവിച്ച കൃതികളിൽ നിന്ന്, നിരാശയിൽ നിന്ന് മറ്റെന്തോ തേടുകയായിരുന്നു. ഏറെ സ്വാതന്ത്ര്യം, അതെ, സ്വാതന്ത്ര്യമെന്ന തിരിച്ചറിവ്. അങ്ങനെ നൂറ്റാണ്ടിൻ്റെ പാതി വഴിയിലെത്തിയപ്പോഴാണ് ഉത്തരാധുനികത. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രസ്ഥാനങ്ങൾ നേരെ മേലോട്ടുള്ള വളർച്ചയല്ല, പകരം വശങ്ങളിലേക്കുള്ള ശിഖരങ്ങളാണ്. നമ്മൾ സാധാരണ തെറ്റിദ്ധരിക്കുന്നത്, നമ്മളൊരു പ്രത്യേക രീതിയിൽ ആരെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ അത് സാഹിത്യം നേരെ മുകളിലോട്ട് പോവുകയാണ്, ഇതാണ് ഇതിൻ്റെ അവസാനം എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഓരോ പ്രസ്ഥാനങ്ങളും ഒരു മരത്തിൻ്റെ ശിഖരങ്ങൾ പോലെ, അതിൻ്റെ ഇലകൾ പോലെ വശങ്ങളിലേക്ക് വളർന്നു നിൽക്കുകയും കുറേ കഴിയുമ്പം അതിന് പകരം മറ്റൊന്നുണ്ടായി വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ചില എഴുത്തുകാരെങ്കിൽ ഒരു കാലത്ത് ധരിച്ചു പോയി ആധുനികത അല്ലെങ്കിൽ ഉത്തരാധുനികത, അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസ്ഥാനം സാഹിത്യത്തിലെ അവസാന വാക്കാണെന്ന്. നിരൂപകൻ എന്തെല്ലാം നിർവചനം കൊടുത്താലും എഴുത്തുകാരൻ തൻ്റെ സ്വന്തം ശൈലിയും സൗന്ദര്യബോധവും ആവിഷ്കരിക്കുന്നു. ഇവിടെ ഒരാൾ എഴുതിയൊരു പ്രസ്ഥാനം ഗ്രേറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. നമ്മൾ എഴുതുന്നത് തന്നെ ആണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഓരോ പ്രസ്ഥാനവും അതത് കാലത്തെ ജീവിത നിരീക്ഷണമാണ്, ശൈലിയാണ്, കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന പ്രതിഭാസമാണ്, സാമ്പത്തികതയുടെ നിർവചനമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലെ കൊടും ദാരിദ്ര്യമാണ് പൊരുതുന്ന എഴുത്തുകൾ സൃഷ്ടിച്ചത്. അല്പം മെച്ചപ്പെട്ട ജീവിതം ഉണ്ടായിരുന്നിടത്ത് പ്രിയമായവയും. ഇപ്പം ഒരു 50കളിൽ നമ്മൾ നോക്കിയാൽ തോപ്പിൽ ബാസിയുടെ എഴുത്തുകൾ, തകഴിയുടെ എഴുത്തുകൾ, കേശവദേവൻ്റെ എഴുത്തുകൾ, അതിന് മറുവശത്ത് മുട്ടത്ത് വർക്കി കാനബീജയുടെ എഴുത്തുകൾ, ഇത് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ ഒന്ന് ദാരിദ്ര്യത്തിൽ നിന്നും മനുഷ്യരെ കരകയറ്റാനുള്ള എഴുത്ത്, മറ്റുള്ളത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവർക്ക് പ്രിയമായിട്ടുള്ള എഴുത്ത്. ഒരു സാധാരണ മലയാളി വായനക്കാരൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആധുനികത ഏതാണ്ട് 1960 മുതൽ 1.5 പതിറ്റാണ്ട് നീണ്ടു നിന്ന ഒരു പ്രസ്ഥാനമെന്നാണ്. വൃത്തമില്ലാതെ, ഭ്രാന്ത് പിടിച്ച് അർത്ഥമില്ലാതെ എന്തെങ്കിലും എഴുതിയാൽ അത് ആധുനികതയാണ്. മലയാളത്തിൽ ആധുനികത ഉണ്ടായിരുന്നോ? ഇല്ല എന്നാണ് എൻ്റെ ഉറച്ച മറുപടി. മലയാളത്തിൽ ആധുനികത പകർത്തി എഴുതിയതാണ്. മലയാളത്തിൽ തത്വശാസ്ത്രപരമായ ആധുനികത ഇല്ലായിരുന്നു, പക്ഷേ അതിൻ്റെ ശൈലി പകർത്തി എഴുതിയിട്ടുണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം ജനവും ഏതെങ്കിലും വിധത്തിൽ വിധിയിലും ദൈവത്തിലും വിശ്വസിക്കുന്ന സമൂഹത്തിൽ എങ്ങനെയാണ് ആധുനികത? യുദ്ധകൃതികളില്ലാതെ യുദ്ധത്തിൽ നിന്ന് മാത്രം ലാഭം കൊയ്ത നിരന്തര സമാധാനം നിലനിന്ന നാട്ടിൽ എങ്ങനെയാണ് ശിഥില സമൂഹത്തിൻ്റെ ആധുനികത? ഒരു തൊഴിൽ അതുമാത്രം സ്വപ്നം കാണുന്ന യുവാക്കൾക്ക് എന്ത് അന്യതാബോധം? യൂറോപ്പിൻ്റെ ശൈലി എങ്ങനെയാണ് മലയാളത്തിലേക്ക് പറിച്ചു നടപ്പെടുക? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. യൂറോപ്പിലെ യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്നാണ് പല പ്രസ്ഥാനങ്ങളും ഉണ്ടായത്. മലയാളത്തിൽ യുദ്ധം കൊണ്ട് പല വിധത്തിൽ നമ്മൾ നേട്ടങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുമാത്രമല്ല, നമ്മളിപ്പം എന്തെല്ലാം പറഞ്ഞാലും
എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ അവിടെ ഉണ്ടെങ്കിലും നമ്മുടെ ജനങ്ങൾ ദൈവത്തിലും വിധിയിലും വിശ്വസിക്കുന്നവരാണ് അന്നും ഇന്നും. അപ്പോൾ വേറൊരു പ്രസ്ഥാനം, ഒരു ദൈവനിഷേധമുള്ള പ്രസ്ഥാനം അവിടെ വേര് പിടിക്കുക എന്നുള്ളത് വലിയ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചില ലക്ഷണങ്ങൾ, ആധുനികതയുടെ ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത്. ക്രൈസ്തവ സഭ അല്ലെങ്കിൽ മതം, ഏത് മതം ആയിക്കൊള്ളട്ടെ, ദൈവം എന്ന ചിന്ത, കമ്മ്യൂണിസം, സമൂഹം മാത്രം. കമ്മ്യൂണിസത്തിൽ ഒരു ദൈവനിഷേധമുണ്ട്. പിന്നെ സമൂഹത്തെ പറ്റിയാണ് കമ്മ്യൂണിസം, സമൂഹത്തെയാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. അതേസമയത്ത് ആധുനികത ദൈവത്തെ നിഷേധിക്കുന്നു, വ്യക്തിയെ മാത്രം മുമ്പോട്ട് വയ്ക്കുന്നു. പാരമ്പര്യത്തെ നിഷേധിക്കുക, ബോധധാര ശൈലി, സാഹിത്യത്തിൻ്റെ കാര്യമാണ്. പാരമ്പര്യത്തെ നിഷേധിക്കുക, ബോധധാര ശൈലി, അപ്രതീക്ഷിത പ്രയോഗങ്ങൾ, അസാധാരണ പ്രമേയം, അസംബന്ധം, കാര്യകാരണത്വം, വാക്കുകളുടെ പിശുക്ക് തുടങ്ങിയവയും. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പാതിയോടെ പടിഞ്ഞാറൻ യൂറോപ്പിൽ പുതിയ ഒരു സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ക്രമം നിലവിൽ വന്നു. കെടുതികളിൽ നിന്നും പുതുജീവൻ പ്രാപിക്കുന്നു. അങ്ങനെ എഴുത്തിൻ്റെ ലോകം ആധുനികതയിൽ നിന്ന് മറ്റൊരു അവതരണ ശൈലി തേടി. അക്കാലത്ത് നമ്മളിവിടെ വിപ്ലവഗാനങ്ങൾ പാടി നടക്കുകയായിരുന്നു. വിപ്ലവ വളർച്ചയ്ക്ക് സഹായമാകുന്നത് സാഹിത്യത്തിൽ നിന്ന് കിട്ടുന്ന പ്രചോദനമാണെന്ന് മുതലാളിത്ത ശക്തികൾ തിരിച്ചറിഞ്ഞു. കാരണം യൂറോപ്പിലെ ആധുനിക പ്രസ്ഥാനം 1945 തീർന്നു. പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് തന്നെ 1960 അല്ലെങ്കിൽ 55, ഒരു 1950കളുടെ മധ്യത്തോടു കൂടിയാണ്. ആദ്യമായിട്ട് CJ തോമസ്, അയ്യപ്പ പണിക്കർ തുടങ്ങിയവയാണ് ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് പോഞ്ഞിക്കര റാഫിയുടെ ഒരു നോവലുണ്ടായിരുന്നു. പിന്നെ 1960 മുതൽ നമ്മളറിയപ്പെടുന്ന എഴുത്തുകാരൊക്കെ ആധുനികതയിലേക്ക് നീങ്ങി. വിപ്ലവ വളർച്ചയ്ക്ക് സഹായമാകുന്നത് സാഹിത്യത്തിൽ നിന്ന് കിട്ടുന്ന പ്രയോജനമാണെന്ന് മുതലാളിത്ത ശക്തികൾ തിരിച്ചറിഞ്ഞു. ഇവിടെയാണ് CIA കടന്നുവരവ്. ഇതൊരു പഴയ അലിഗേഷനാണ്. CIA നമ്മളെ സ്വാധീനിച്ചോ? 1949 1947 ഇന്ത്യ സ്വതന്ത്രമായി. 1949 ചൈന കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചെടുത്തു. അതിനുശേഷം ഉണ്ടായ വിയറ്റ്നാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയൊരു വളർച്ചയാണ് പിന്നീട് അങ്ങോട്ടുണ്ടായത്. അപ്പോൾ CIAക്ക് ഒരു തിരിച്ചറിവുണ്ടായി. ഇന്ത്യ കമ്മ്യൂണിസ്റ്റിലേക്ക് അടർന്നു വീഴുമോന്ന്. അത് നമ്മുടെ പഴയ ആളുകൾക്കൊക്കെ നേരിൽ കണ്ടാണ് കൽക്കട്ട തീസിസും, ഇപ്പം ബംഗാളും അതുപോലെ ബീഹാറിലും പിന്നെ ബോംബെയിലും ആന്ധ്രയിലും പിന്നെ കേരളത്തിൽ നമുക്കറിയാമല്ലോ 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഭരണം പിടിച്ചെടുത്തു. പക്ഷേ CIA ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻകൗണ്ടർ എന്നൊരു മാസിക ഉണ്ടായിരുന്നു. അതൊന്നും ആർക്കും അറിയില്ലായിരുന്നു. ഇത് CIAയുടെ മാസികയാണ്. അത് ബുദ്ധിജീവികളെ സ്വാധീനിക്കാനുള്ളൊരു മാസികയായിരുന്നു. ഇവിടെയാണ് CIAയുടെ കടന്നുവരവ്. എൻകൗണ്ടർ മാസികയുമായി ദൈവനിഷേധമുള്ള ആധുനികത, കമ്മ്യൂണിസത്തിൻ്റെ സാഹിത്യ രൂപം എന്ന രീതിയിൽ അവതരണം. ഈ കെണിയിൽ പല യുവ എഴുത്തുകാരും വീണു. നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചത് അത് നമ്മുടെ കഥ. ഇത് കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാനിത് കൂടുതൽ അതിനെപ്പറ്റി പറയാം. അത് കാരണം ഞാൻ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ബുക്കിൽ നിന്ന് വായിച്ചതൊന്നുമല്ല. 50കളുടെ തുടക്കത്തിലേക്ക് മടങ്ങാം. തുടർന്ന് സ്വാഭാവികമായി ആധുനികാന്തര രൂപങ്ങളിലേക്ക് മാറ്റം. മികച്ച ഉദാഹരണം കാച്ചർ ഇൻ ദ റൈ. 1952 പ്രസിദ്ധീകരിച്ച ഒരു ബുക്കാണ്. അതുകൊണ്ട് 10 മില്യൺ കോപ്പി അക്കാലത്ത് തന്നെ വിറ്റുപോയി. ഇപ്പോഴത് കിട്ടും. അമേരിക്കയിലെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ പേര് J.D. സാലിഞ്ചർ എഴുതിയൊരു ബുക്കാണ്. മികച്ച ഉദാഹരണം കാച്ചർ ഇൻ ദ റൈ. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഖസാക്കിൻ്റെ ഇതിഹാസവും. ഖസാക്കിൻ്റെ ഇതിഹാസം മലയാളത്തിൽ കേൾക്കാത്ത ആരും കാണുകയല്ല. പക്ഷേ ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് പ്രചോദനം കിട്ടിയത് കാച്ചർ ഇൻ ദ റൈ എന്നാണ്. ഇതെനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയും, കാരണം ഓവിയോജൻ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഉത്തരാധുനികത, ആശയപരമായ കടുംപിടുത്തം ഇല്ലാതിരിക്കുക.
ഒരേ സത്യത്തിൽ കടിച്ചു തൂങ്ങാതിരിക്കുക. ഇപ്പോൾ ആധുനികതയും ഉത്തരാധുനികതയും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ് ഇവിടെ. ആശയപരമായ കടുംപിടുത്തം ഇല്ലാതിരിക്കുക, ഒരേ സത്യത്തിൽ കടിച്ചു തൂങ്ങാതിരിക്കുക, തത്വശാസ്ത്രങ്ങൾക്ക് വിധേയപ്പെടാതിരിക്കുക, വ്യക്തിപരമായ വീക്ഷണം, ലഘുനർമ്മം, വലിയ സത്യം കളിയായി തമാശയായി ചുരുങ്ങിയ വാക്കുകൾ അവതരിപ്പിക്കുക, വ്യക്തിപരമായ അനുഭവങ്ങൾക്ക് പ്രാധാന്യം, പരമ്പരാഗത രീതികളെ ത്യജിക്കുക, തനത് രീതികൾ കെട്ടിപ്പടുക്കുക, ശൈലിയിലും പ്രമേയത്തിലും. മതം, രാഷ്ട്രീയം, ദേശീയത ഇവയ്ക്ക് അമിതമായ കാഴ്ചപ്പാട്, ഇവയ്ക്ക് അതീതമായ കാഴ്ചപ്പാട് എന്നിങ്ങനെ. അതായത് പ്രസ്ഥാനങ്ങളൊന്നും തന്നെ അവസാന വാക്കല്ല. പുതിയ തലമുറ വീണ്ടും വീണ്ടും പരീക്ഷണമായി രംഗത്തുണ്ടല്ലോ. ഇത്രയും മാത്രമാണ് പ്രബന്ധം. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം.